മന്ത്രിമാരായ MP രാജേഷ്, അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തും. നിലവിൽ ഈ വീടുകളിലേക്ക് തന്നെ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപക്ഷെ ഈ അപകടം നടന്ന മേഖലയിൽ നിന്നും 300 മീറ്റർ ദൂരപരിധിയിൽ മാത്രമാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത്. അല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. റിദ ഫാത്തിമയുടെ വീട്ടിലെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നത്. സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ച ഈ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ചു നിർത്തിയ ഗ്രാമം ഒന്നടങ്കം കഴിയുന്ന കാഴ്ചയാണ്. പലർക്കും അത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധം ഉള്ള കാഴ്ചകളാണ്, ഉള്ളിലെയ്യുന്ന കാഴ്ചകളാണ് കണ്ടത്. ഈ കുഞ്ഞുങ്ങളെ കാണാതെ ആ ഗ്രാമം മിക്കവാറും പ്രവൃത്തി ദിനങ്ങൾ കടന്നു പോകുമായിരുന്നില്ല. കാര്യം സ്കൂളിൽ പോകുമ്പോൾ ഒരുമിച്ച് കൈചേർത്ത് പിടിച്ച് വഴിയോരത്ത് വളരെ സുരക്ഷിതമായി നടന്നു നീങ്ങുന്ന കുഞ്ഞുങ്ങളാണ്. ഇവർ ഒരുമിച്ച് നടന്നു പോകുന്ന അപകടത്തിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത്. അപകടത്തിന് സെക്കൻഡുകൾക്ക് മുമ്പുള്ള ആ ദൃശ്യങ്ങൾ. അവർ 4 പേരും കടയിൽ നിന്നൊരു മിഠായി വാങ്ങി കഴിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു. അപകടം നടക്കുന്ന സ്ഥലത്ത് നിന്നും കഷ്ടിച്ച് 300 മീറ്റർ നടന്നാൽ ഒരു 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഇവരൊക്കെ അവരുടെ വീടുകളിൽ എത്തിച്ചേരുമായിരുന്നു. ഇന്നത്തെ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി നേരത്തെ തയ്യാറെടുത്ത് പഠിക്കണം, നാളെ നേരത്തെ പരീക്ഷ കഴിഞ്ഞിറങ്ങണം എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടാണ് ഈ 4 വിദ്യാർത്ഥികളും സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ ഞാൻ എഴുതി എന്നാണ് 4 പേരും പരസ്പരം പങ്കുവച്ചത്. പഠനത്തിൽ മിടുക്കികളായിരുന്നവർ, കലാപരിപാടികളിൽ പങ്കെടുത്തിരുന്നവർ, സ്കൂളിലെ ഏത് പരിപാടികൾക്കും മുൻപന്തിയിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ, ആ നാടിൻ്റെ പൊന്നോമനകളാണ് ഈ 4 പേരും. മുബഷിഫ് അക്ബറും സിനോജും ദീപക്കും അർജുനും ഇപ്പോൾ ഇവരുടെ വീടുകളിലുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അജ്ന ഷെറിനുമായി ഞങ്ങളുടെ പ്രതിനിധി അഷ്കർ അലി കരുമ്പ ഇന്നലെ സംസാരിച്ചിരുന്നു. ആ കുഞ്ഞ് പറയുന്നത് ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുവരാം. എന്താണ് സംഭവിച്ചത് എന്നും ആ കൺമുന്നിൽ നിമിഷനേരം കൊണ്ട് എല്ലാം സംഭവിച്ചു. ഒരു കുഴിയിൽ വീണുപോയതുകൊണ്ട് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത്. പക്ഷേ അജ്നയുടെ കയ്യിൽ റിദ ഫാത്തിമയുടെയും നിദ ഫാത്തിമയുടെയും ഒരു കുടയും ഒരു റൈറ്റിംഗ് പാഡുമുണ്ട്. അജ്നയുടെ ഒരു പെൻസിൽ ബോക്സ് നിദയുടെ കയ്യിലുമുണ്ട്. മഴ പെയ്ത് തോർന്നു കിടക്കുന്ന ഒരു റോഡിലൂടെ, വഴിയരികിലൂടെ സുരക്ഷിതമായി നടന്നുപോയ കുഞ്ഞുങ്ങളാണവർ. എന്താണ് സംഭവിച്ചത് എന്ന് അജ്ന ഷെറിൻ ഇന്നലെ നമ്മളോട് പറഞ്ഞു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഇവരുടെ അടുത്ത കൂട്ടുകാരി അജ്ന ഷെറിൻ പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം. മണ്ണാർക്കാട്ട അങ്ങോട്ട് വരുന്ന ലോറി നല്ല സ്പീഡാണ് വന്നിരുന്നത്. അപ്പോൾ ഈ ലോറി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വെച്ചിരുന്നു. അപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന ലോറി ഈ ലോറിൻ്റെ ബാക്കിൽ പോയി ഇടിച്ചപ്പോൾ ഈ ലോറി പാലക്കാട് നിന്ന് വരുന്ന ലോറി നേരെ ഞങ്ങളുടെ നേർക്ക് വരികയത്. അപ്പോൾ എൻ്റെ പിന്നാലുള്ള എല്ലാവരെയും ഇടിച്ചുകൊണ്ടല്ലോ ഉണ്ടായിരുന്നു. എൻ്റെ പുസ്തകമൊക്കെ ഈ മരിച്ച കുട്ടികളുടെയിലാണ് എൻ്റെ പുസ്തകങ്ങളൊക്കെ. ഇപ്പോൾ ഈ പുസ്തകങ്ങളോ? ഇത് അവൻ്റെയാണ്. ഈ ബോർഡ് റിദ ഫാത്തിമാൻ്റെയാണ്, കൊട നിദാൻ്റെയും. മറ്റേ വണ്ടി തട്ടിയപ്പോൾ ഈ വണ്ടി നിയന്ത്രണം വിട്ടാണ് അങ്ങനെ മുകളിലേക്ക് വന്നത്. ഞാൻ വാഹനം പിന്നെ കണ്ടില്ല. എൻ്റെ അടുത്തുകൂടെ വാഹനം പോയത്. ഞാൻ ചാടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കുഴിക്ക് വീണു. ഞാൻ വീണിട്ട് നേരെ ഒരു വീടിൻ്റെ ഉള്ളിൽ കയറിപ്പോയത്. മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് അജ്ന ഷെറിനും വീട്ടിലേക്ക് മടങ്ങിയത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിന് മുമ്പ് തന്നെ ഒരു കുഴിയിലേക്ക് വീണ അജ്ന ഷെറിന് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ കൺമുന്നിൽ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന 8ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ഈ 4 പേരും വിട്ടുപോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഞെട്ടലിലാണ് ആ കുഞ്ഞ് ഇപ്പോഴും ഉള്ളത്. അജ്ന ഷെറിൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്നും ആർക്കും മനസ്സിലായില്ല. ഈ മഴ പെയ്ത് തോന്നിക്കിടന്നിരുന്നു. ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. അവർ ഒരുമിച്ചിരുന്ന് പരീക്ഷ എഴുതി. പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നു. അതിൻ്റെ സന്തോഷത്തിൽ പുറത്തിറങ്ങി ഒരു കടയിൽ പോയി മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേ ചെറുള്ളി ഗ്രാമവും കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിലുള്ളൂ. അവർ സാവധാനം റോഡിൻ്റെ വഴിയരികിലൂടെ, ഒരു കാരണവശാലും റോഡിൻ്റെ മധ്യത്തിലോ റോഡിൽ ഏതെങ്കിലും വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തോ ആയിരുന്നില്ല അവർ. പാതയോരത്തുകൂടി സുരക്ഷിതമായിട്ടാണ് ഈ 4 കുഞ്ഞുങ്ങളും നടന്നിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി ഞങ്ങളൊന്ന് കാണിക്കാം പ്രേക്ഷകരെ. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള CCTV ദൃശ്യങ്ങളായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആ CCTV ദൃശ്യങ്ങളിൽ അവർ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ അപകടമുണ്ടാവുന്നത്. ആ അപകടത്തിൻ്റെ ശബ്ദം കേട്ട്
CCTV ദൃശ്യങ്ങളുള്ള ഒരു വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതും ഞെട്ടി എഴുന്നേൽക്കുന്ന കാഴ്ചയും നമുക്കതിൽ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ വളരെ അടുത്താണ്. ആ അപകടം നടന്ന സ്ഥലത്തു നിന്നൊരു 300 മീറ്റർ കഷ്ടിച്ചു പോയാൽ റിദ ഫാത്തിമയുടെ വീടായി, തൊട്ടടുത്ത് നിന്ന് നിദ ഫാത്തിമയുടെ വീടായി, ഇർഫാനയുടെ വീടായി, ഐഷയുടെ വീടായി, എല്ലാം 1/2 കിലോമീറ്ററിനുള്ളിൽ ചേർന്നുള്ള വീടുകളാണ്. അതുകൊണ്ട്